സർ 2012 കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രൊമോഷനായി കാസർഗോഡ് ജില്ലയിലേക്ക് ഡെപ്യൂട്ടി DMO ആയി ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം നാഷണൽ പ്രോഗ്രാം ഓഫ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ് എന്ന് പറയുന്ന ദേശീയ പരിപാടിയുടെ ചുമതല സാറ് തന്നെയാണ് വഹിക്കുന്നത്. 2020 സാറ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും ഈ പ്രോഗ്രാം മറ്റ് ഡെപ്യൂട്ടി DMOക്ക് നൽകാതെ സാറ് തന്നെ അതിൻ്റെ നോഡൽ ഓഫീസറായി തുടരുകയാണ്. ഈ പ്രോഗ്രാമിനോട് പ്രത്യേക താല്പര്യം എടുക്കാനുള്ള കാരണം എന്താണ്? 2012 ഓഗസ്റ്റിൽ കുഞ്ഞിമംഗലം PHC മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഡെപ്യൂട്ടി DMO ആയി കാഞ്ഞങ്ങാട് ജോയിൻ ചെയ്തു. അന്ന് എൻ്റെ ഡ്യൂട്ടി ചുമതല പ്രധാനമായും ജില്ലാ ലെപ്രസി ഓഫീസർ എന്നതായിരുന്നു, DLO. ചെറിയ ഒരു ജോലിയായിരുന്നു. തീർച്ചയായിട്ടും അന്ന് ഡോക്ടർ വിമൽ രാജായിരുന്നു NCD, അതുപോലെ തന്നെ DBCS കണ്ണിൻ്റെ ഈ രണ്ട് ചുമതലയും വഹിച്ചിരുന്നത്. എനിക്ക് പ്രത്യേക താല്പര്യം ഈ രണ്ടിലും. കാരണം NCD എന്ന് പറയുന്നത് വലിയ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കവർ ചെയ്യുന്ന വിഭാഗവും, അതുപോലെ തന്നെ കണ്ണിൻ്റെത് അത് പ്രധാനം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കണ്ണ് എല്ലാവർക്കും പ്രാധാന്യം ഉള്ള ഒരു അവയവമാണ്. ഇത് രണ്ടും ഞാൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അന്ന് തൊട്ട് ലത്തീഫ് ഇപ്പോൾ പറഞ്ഞതുപോലെ NPPCD മാത്രമല്ല DBCSൻ്റെ ചുമതലയും DMO ആയിട്ടും ഇന്നത്തെ തീയതി വരെ ഞാൻ തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടും ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ പറയേണ്ടതില്ല, മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അവയവമാണ് ചെവിയും കണ്ണും. ഇത് രണ്ടും തകരാർ സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തുടർന്നും അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 മുതൽ NPPCയുടെ ചുമതല സാറ് നിർവഹിച്ചു വരികയാണ്. 2026 വരെ ഏകദേശം 11 വർഷക്കാലം ഇതിൻ്റെ നോഡൽ ഓഫീസറായി സാറ് പ്രവർത്തിച്ചു. ഈ കാലയളവിൽ NPPCയിലൂടെ സാറ് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു? 2012 NCD അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നതിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അതിൽ ENT-യുമായി ബന്ധപ്പെട്ട കാര്യമായ ഘടകങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നുന്നത് 2015 കൂടിയാണ് NPPCD എന്ന ഒരു വിഭാഗവും കൂടെ NCDയുടെ ഭാഗമായി ചേരുന്നത്. അതിനുശേഷമാണ് ഈ ENT വിഭാഗത്തിലൊരു പ്രധാന മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ അതിനു മുമ്പേ ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന കേൾവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മറ്റ് പ്രദേശങ്ങളിൽ, ഈവൻ എനിക്ക് തോന്നുന്നു PHC മുഖേന ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ സൗകര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ BRC മുഖേന നിരവധി ക്യാമ്പുകൾ നടത്തി ചെറിയ കുട്ടികൾ തുടങ്ങി വലിയവരിലുള്ള കേൾവിക്കുറവ് നമുക്ക് കണ്ടുപിടിക്കാനും ഗ്രാമപഞ്ചായത്ത് അതുപോലെ മറ്റ് സംഘടനകളുടെ സഹായത്തോടുകൂടി ശ്രവണ സഹായി ഇത്തരം ജനങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാഗമായി ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ കേൾവി സംബന്ധമായ സർജറി നടത്തി വരുന്നു. കൂടാതെ ബെറ തുടങ്ങിയ റൂം സെറ്റ് ചെയ്ത് ഓഡിയോമെട്രി തുടങ്ങിയ സാധനങ്ങൾ താലൂക്ക് ആശുപത്രി, കരിപ്പൂർ, GH, DH എന്നിവിടങ്ങളിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം ചിലവ് പുറത്തു വരുന്ന ഇത്തരം സംവിധാനങ്ങൾ സൗജന്യമായി ഇവിടെ ചെയ്തു കൊടുക്കാനും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാനും പറ്റുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പ്രോഗ്രാം മുഖേന ചെയ്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. സർ, ഏത് ആരോഗ്യ പരിപാടിയുടെയും പ്രധാന ഒരു കമ്പോണൻ്റാണ് ബോധവൽക്കരണ പരിപാടി എന്നുള്ളത്. NPPCയുമായി ബന്ധപ്പെട്ട് സാറ് ഈ 11 വർഷ കാലയളവിൽ ചെയ്തിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഏത് പ്രോഗ്രാമും സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് സാധാരണക്കാരിൽ എത്തിക്കുവാനുള്ള ഒരു പ്രധാന മീഡിയയാണ് നമ്മുടെ മാസ് മീഡിയ വിഭാഗം. അതിലൂടെ അതുപോലെ തന്നെ മാസ് മീഡിയ വിഭാഗവും ഈ NPPCയുടെ ജീവനക്കാരും ഇതിന് വളരെയധികം പ്രയത്നിച്ചിട്ട് അത് സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സെമിനാറുകൾ, ക്ലാസ്സുകൾ, IEC വീഡിയോകൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണം, കൂടാതെ കാസർഗോഡിൻ്റെ തനത് IEC രൂപമായ കോലായക്കൂട്ടം, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ സാധാരണക്കാരുടെ ഒരു കൂട്ടായ്മ, ഒരു വീട് വരാന്തയിൽ കൂടി അത് നാഷണൽ ലെവൽ വരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു IEC-യാണ്. ഇതിന് നമ്മുടെ ജില്ലാ മാസ് മീഡിയ വിഭാഗം പ്രത്യേകിച്ച് ഈ കാര്യം എനിക്ക് പറയാനുള്ളത് അബ്ദുൽ ലത്തീഫ്, നമ്മുടെ ജില്ലാ മാസ് മീഡിയ വിഭാഗത്തിൻ്റെ തലവനായ ലത്തീഫ് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫലം നമ്മളെ സാധാരണ ജനങ്ങളിൽ ഞാൻ കാണുന്നുമുണ്ട്. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.